ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഇന്ന് ഞാൻ കടയിലൊന്നും പോയില്ല കേട്ടോ. കട നമ്മൾ അടയ്ക്കാൻ പോകുന്നുണ്ട്. കടയിലൊന്നും പോയിട്ടില്ല. അപ്പം ഇന്ന് വീട്ടിൽ തന്നെയാണ് ഇരിപ്പ്. അപ്പം ഞാനിന്ന് ഈ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ അഴിച്ചിട്ടുണ്ട്. എന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തായിരുന്നു കാച്ചിയ എണ്ണയുടെ ഇത് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു. അപ്പം പിന്നെ കുറച്ച് പേർക്കൊക്കെ ഈ ദേഹ ഇൻഫെക്ഷനൊക്കെ വന്ന് ചൊറിച്ചിൽ വരുന്നതിനും പിന്നെ സ്കിന്ന് കൊച്ചു പിള്ളേർക്കൊക്കെ ഈ ചെറിയ ഈ മണ്ണിലൊക്കെ കളിച്ചിട്ട് ദേഹത്തൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ മാറുന്നതിനൊക്കെ എണ്ണ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കാണെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ അമ്മ ആയുർവേദം പഠിച്ചിട്ടുണ്ട്, ഞാനും പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി നല്ലപോലെ അറിയാം. അമ്മ തൈലവും മുറിവെണ്ണ തൈലം അല്ലാണ്ട് നമ്മുടെ ഈ ദേഹത്ത് ഉണ്ടാകുന്ന ചൊറിച്ചിലിനുള്ള പേസ്റ്റ് ഐറ്റം ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഈ കുറുക്ക് ഐറ്റം, കുറുക്കെന്ന ലേഖ്യ ഐറ്റം എല്ലാം ഞാനും ഉണ്ടാക്കും, എൻ്റെ അമ്മ ഉണ്ടാക്കും. അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കാവട്ടെ അങ്ങനെയൊക്കെയുള്ള നമ്മളുണ്ടാക്കി അവർക്ക് അതിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഹാർട്ടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് മുടി ഭയങ്കരമായിട്ട് കൊഴിയുമായിരുന്നു. എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചാൽ പിടിമുറ്റില്ല, അതുപോലത്തെ മുടിയായിരുന്നു. അപ്പം മൊത്തവും പൊഴിഞ്ഞു. ഈ ഇടയ്ക്ക് ഞാൻ വലിയ ശ്രദ്ധയില്ലാതെ വന്നപ്പം മുടി പൊഴിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അയ്യോ ഈ രീതിയിൽ പോയാൽ മിക്കവാറും കഷണ്ടിയാവുന്ന ലക്ഷണമായപ്പം ഞാൻ മാനായിട്ട് മുടിയിൽ നമ്മുടെ കാച്ചിയ എണ്ണ പ്രയോഗിക്കാൻ തുടങ്ങി. എനിക്കിത് തോളറ്റവേ ഉള്ളായിരുന്നു മുടി. ഇപ്പം എന്തായിരുന്നാലും ആ കാച്ചി എണ്ണ തേച്ചുകൊണ്ട് ഇത്രയും നീളത്തിൽ വളർന്നു. ഇത്രയും മുടിയേ ഉള്ളായിരുന്നു എനിക്ക്. ഇപ്പം എന്തായിരുന്നാലും ഇത്രയും നീളത്തിന് ഒരു മൂന്ന് മാസം ആയില്ല, 2 മാസമല്ലേ ആയുള്ളമ്മ, 2 മാസമേ ആയുള്ളൂ. ഈ എണ്ണ നമ്മൾ തേക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയും വളർന്നു കിട്ടി. അത് തന്നെ വലിയ പുണ്യം. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വെട്ടിക്കളയാൻ ചെയ്തു. വെട്ടിക്കളഞ്ഞതിൻ്റെ ഡബിള് എന്തായിരുന്നാലും ഇത്രയും വളർന്നു. ഇവിടം വരെ വെട്ടിയതാണ്. ഇപ്പം ഇത്രയും നീളത്തിൽ നമുക്ക് മുടി വളർന്നിട്ടാകും, ഭാഗ്യമായി. പിന്നെ അതും പോരാഞ്ഞിട്ട് മുടി ഇതുണ്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ. അത് വളർന്നു വരുന്ന മുടികളെല്ലാം പൊടി മുടികൾ ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുക മുടി. ഇതുണ്ട് മുടി വളർന്നു വരുന്നുണ്ട്. ഇതുണ്ട് ഇവിടെ എല്ലാം നല്ല മുടിയാണ്. അപ്പം ഇതുണ്ട് ഇച്ചിരി നീളമുള്ള മുടികളായി. അപ്പം ഞാൻ എൻ്റെ കാച്ചെണ്ണ എൻ്റെ അമ്മച്ചമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാച്ചിയ നമ്മൾ ആ എണ്ണയാണിപ്പോൾ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ എണ്ണ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ മണം കാരണം തലയെ തേക്കാനല്ല തോന്നുന്നത്, കുടിക്കാനാണ് തോന്നുന്നത്. അത്ര അടിപൊളി മണമാണ്. പിന്നെ മുടിയിലൊക്കെ ഈ കാച്ചി എണ്ണ തേച്ചിട്ട് കുളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന ആ ഒരു മണമുണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ്. അതിങ്ങനെ നമ്മുടെ തലയിൽ പണ്ടൊക്കെ ഉള്ളവരുടെ തല ശ്രദ്ധിച്ചിട്ടുണ്ടോ, വേർപ്പ് നാറത്തില്ല, മുടി നല്ല പോലെ വളരും. നല്ല അവരടുത്ത് വരുമ്പോൾ തന്നെ നല്ല മഞ്ഞളിൻ്റെ നല്ല ആര്യവേപ്പിൻ്റെയും കസ്തൂരി മഞ്ഞളിൻ്റെയും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ മണം അവരുടെ ദേഹത്ത്. ചെമ്പരത്തിയുടെയും പിന്നെ ഇലവുംതാളി, ചെമ്പരത്തിത്താളി, പാടത്താളി, മൂടില്ലാത്താളി, ഇങ്ങനെ പല താളി ഐറ്റമുണ്ട്. ഈ തിരുതാളി എന്നൊക്കെ പറയുന്നത്. ഇത് എല്ലാം തേച്ചൊക്കെ കുളിക്കുന്ന വ്യക്തികളാകുമ്പോൾ അതിൻ്റേതായ മുടിയൊക്കെ നല്ല ഇതായിട്ട് വളരും. എനിക്കാണെങ്കിൽ ഈ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മുടിയാണെങ്കിൽ ഇതുണ്ട് ഇങ്ങനെ നല്ല പോലെ ഇപ്പം മുടി എന്തായിരുന്നാലും വളരുന്നുണ്ട്. എൻ്റെ മുടിയാണെങ്കിൽ ചുരുണ്ട് കിടക്കുന്നതാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ചുരുണ്ട മുടിക്ക് നമുക്ക് എത്ര വളർന്നാലും നീളം തോന്നിക്കാതെ. പക്ഷേ എനിക്കിപ്പം ഇത്രയും വളർന്നുണ്ട്. ഇത് ചുരുളാത്ത മുടിയാണെങ്കിൽ ഇന്നും നീളം തോന്നിക്കും. അതുപോലെ മുടിയായി തലയിലിപ്പം. മറ്റേ മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം
തല നല്ലപോലെ തലയുടെ ആ ഒരു ഇത് നല്ലപോലെ അറിയാമായിരുന്നു. ഇപ്പം എന്തായിരുന്നാലും ഭാഗ്യത്തിന് മുടിയുടെ കൊഴിച്ചിലും കുറവാണ്, പിന്നെ മുടിയും വളരുന്നുണ്ട്. നമുക്ക് പിന്നെ വലിയ ഇതൊന്നുമല്ല. അന്ന് അമ്മച്ചിമ്മയൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് കുറേ സാധനമുണ്ട് പറയാനാണെങ്കിൽ. അതിനകത്ത് ചെമ്പരത്തിയുടെ കുരുന്നില, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ചെമ്പരത്തിയുണ്ട്, ചെമ്പരത്തി പൂവ്, മൊട്ട്, അതിൻ്റെ കുരുന്നില, പിന്നെ ആര്യവേപ്പ്, തുളസിയില, പിന്നെ മൈലാഞ്ചി, പിന്നെ എന്തുവാ തുളസിയില, ഉള്ളി, പിന്നെ കരിഞ്ജീരകം, ജീരകം, പിന്നെ എന്തുവായിരുന്നു അതിനകത്ത് പിന്നെ നമ്മുടെ ഉലുവ, പിന്നെ കറ്റാർ വാഴപ്പോള, പിന്നെയും കുറേ ഇതുണ്ട്, കേശവർദ്ധിനി ഇല, പിന്നെ എന്തുവാ അതിൻ്റെ പേര്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഒരുപാട്. പിന്നെ ഇത് മുരിങ്ങയില, കറിവേപ്പില, പിന്നെ പിന്നെയും ഉണ്ട് ഒരുപാട്. അതിങ്ങനെ പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല. അതെല്ലാം കൊണ്ടുവച്ചിട്ട് ഇതാണതൊന്ന് കാണിച്ചെന്നെങ്കിലും നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. നമ്മളിതൊക്കെ ഇട്ട് തേച്ച് ഇങ്ങനെ മുടി ഒക്കെ ഇട്ട് ഇങ്ങനെ വളർത്തുമ്പോൾ മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും. മുടിയിൽ എപ്പോഴും ഒരു തണുപ്പ് ഫീലാണ്. തണുപ്പ് വരുമ്പോൾ നമുക്ക് അറിയാം ഈ മുടി എന്ന് പറയുന്നത് ഒരു ഇളം തണുപ്പില്ലെങ്കിൽ മുടി പൊഴിയും. ഒന്ന് നമ്മുടെ തലയിലുണ്ടാകുന്ന ഈ വേർപ്പിൻ്റെ നാറ്റം, നമ്മുടെ തലയിൽ ഈ അണുക്കൾ ഒന്നും ഉണ്ടാകാതിരുന്നെങ്കിൽ മാത്രമേ ഈ മുടി വളരത്തുള്ളൂ. ഞാനിപ്പം കുളിക്കാനുള്ള ഇടപാടിലാണ് ഇത് തേച്ച് ഇപ്പം മുടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. സത്യം പറയാനുള്ളത് ഈ എണ്ണ തേച്ച് കഴിയുമ്പം തേച്ച് കുളിച്ചിട്ട് വരുമ്പോൾ കാണാൻ നമുക്ക് ഒരു നേർത്ത ഉറക്കം വരും. അതുകൊണ്ട് പിന്നെ ഈ എണ്ണ ഞാൻ ചെയ്തു കൊടുക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വൈകിട്ട് കുളിച്ചിട്ട് ഒക്കെ വരുന്ന സമയത്ത് ഈ തലമുടിയിൽ എണ്ണ തേച്ചിട്ട് കിടക്കുന്ന പാർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ തലയിൽ എണ്ണ തേച്ചിട്ട് കിടക്കുകയാണെങ്കിൽ, ഒരു തലയോട്ടിയിൽ മാത്രം ഒരു നേരത്തെ ഇത് തടവി ഒന്ന് പിടിപ്പിച്ചിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അന്നത്തെ ഉറക്കം സുഖനിദ്രയായിരിക്കും. നമ്മുടെ കണ്ണിനൊക്കെ നല്ല ഒരു ഇതുണ്ടാകും. കണ്ണിനുള്ളിലുണ്ടാകുന്ന ഈ കൃഷ്ണമണിയിലുണ്ടാകുന്ന ചുരുക്കമൊക്കെ മാറിക്കിട്ടാനൊക്കെ വളരെ സഹായകരമായിരിക്കും ഈ എണ്ണ. എൻ്റെ അമ്മച്ചിയമ്മ പറഞ്ഞു തന്ന ആ ഒരു കൂട്ടുകളാണ് കേട്ടോ. അമ്മച്ചിമ്മയ്ക്ക് നല്ല മുടിയുണ്ടായിരുന്നു, അച്ഛമ്മയ്ക്കും നല്ല മുടിയാണ്. അച്ഛമ്മയ്ക്ക് പിന്നെ മുടിയുടെ കാര്യം പറയണ്ട, അവർ മരിക്കുന്ന സമയത്ത് പോലും ഒരു മുടി വെള്ളം എടുക്കാനില്ല. അവരുടെ കൊച്ചുമോളാണ് ഞാൻ. എൻ്റെ ഈ പ്രശ്നം കൊണ്ടാണ് ഈ മുടി ഇങ്ങനെ നരച്ചത്. ഇല്ലെങ്കിൽ ഒരു ഇതുപോലുമില്ല. എൻ്റെ തലമുടിയിൽ ഇങ്ങനെ തലയിൽ ചീപ്പൊന്നും കയർത്ത് പോലുമില്ല. ഒരു നല്ലൊരു ക്ലിപ്പ് കുത്താനൊക്കത്തില്ല, നല്ലൊരു സ്ലൈഡ് കുത്താനൊക്കത്തില്ല. പക്ഷേ എല്ലാം കുത്തണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ ഈ മുടിയൊക്കെ എടുത്ത് കുത്തി വരുമ്പോഴത്തേക്കല്ലേ സ്ലൈഡ് 2 ദിവസം 3 ദിവസം. അതിനൊക്കെ അമ്മ പറയും, നിനക്ക് ബിൽഡിങ് കെട്ടുന്ന കമ്പി വേണം വളച്ച് തലയിൽ സ്ലൈഡാക്കി ഇടാൻ, അല്ലാണ്ട് നിനക്ക് ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സ്ലൈഡൊന്നും നിൻ്റെ തലയിൽ കയറത്തില്ല. അത് ഡെയിലി ഞാൻ മേടിക്കാൻ നടക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ പണ്ട് വഴക്ക് പറയുമായിരുന്നു. പിന്നെ നമുക്ക് വലിയ സ്ലൈഡുണ്ടല്ലോ, അതാണ് ഹെയർ പിന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇഷ്ടം പോലെ മുടി തിരുപ്പൻ കെട്ടാൻ കൊടുക്കുമായിരുന്നു. ഇഷ്ടം പോലെ മുടി തിരുപ്പനായിട്ട് നമ്മൾ എൻ്റെ അമ്മച്ചിമ്മയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അമ്മച്ചിമ്മ ശരി, ഞങ്ങളുടെ അമ്മച്ചിമ്മയുടെ അനിയത്തിയുണ്ട്. അനിയത്തിയും എൻ്റെ മുടി ശരിക്കും എടുത്തുകൊണ്ട് പോയി. ഇപ്പം എന്തായിരുന്നാലും മുടി ഇപ്പം കുറേ നീളം വന്നിട്ടുണ്ട്. ഇനി ആർക്കും ഞാൻ വെട്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ഇനിയെങ്കിലും പഴയതുപോലെ കൊച്ചിലെ ഉണ്ടായിരുന്ന ഇതുപോലെ മുടി ഒരു 10, 20, 25 വയസ്സിലൊക്കെ എനിക്ക് എന്തോരം മുടിയുണ്ടോ ആ മുടി എനിക്ക് തിരിച്ച് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പിന്നെ എന്താ എന്തുവാ അമ്മേ?
അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയുക, നമ്മൾ ചെയ്തു തരാം ഓയിൽ. മുടിയും വളരും, നിങ്ങൾക്ക് നല്ല ഉറക്കം ഉണ്ടാവും. നല്ല ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം മേടിക്കാം, പറയുവാണെങ്കിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.